ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം എത്ര നല്ലവനാണ്, ദൈവം എത്ര വലിയവനാണ്. അവൻ്റെ പ്രവർത്തികളെ നമ്മൾ ചിന്തിച്ച എണ്ണിക്കൂട്ടാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് ചിലപ്പോഴൊക്കെ ചില ആളുകൾ തന്നിട്ടുള്ള നന്മകളും കണക്കുകളൊക്കെ നമുക്ക് എണ്ണി പറയാൻ പറ്റും. ഇന്നതാ ചെയ്തത്, ഇന്നതാ ചെയ്തത്, ഇന്നതാ ചെയ്തത് എന്ന് നമ്മൾ പറയും. ചില ആളുകൾ പറഞ്ഞത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. നമ്മുടെ പാരൻസ് നമുക്ക് തന്നിട്ടുള്ള നന്മകൾ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുമോ? നമ്മുടെ പങ്കാളികൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റുമോ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നമുക്ക് ചെയ്തിട്ടുള്ള എണ്ണി തീർക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് അധികമാണ് നമ്മുടെ കർത്താവ് നമുക്ക് ചെയ്തിട്ടുള്ള നന്മകൾ എന്ന് പറയുന്നത്. എണ്ണി തീർക്കാനായിട്ട് പറ്റത്തില്ല. ഒരു നിമിഷം കൈകളൊന്ന് ഉയർത്തി നമ്മളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിനൊന്ന് സ്തുതിക്കാനായി തുടങ്ങിയ കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ്, അങ്ങ് ചെയ്ത നന്മകൾക്കായിട്ട് രക്ഷയുടെ പാനപാത്രം എടുത്തുയർത്തി ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്ന കർത്താവെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് ഉണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാതെ പറ്റത്തില്ല. കാരണം അവരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാൻ തക്ക വിധത്തിൽ, ഇത് ടെലികാസ്റ്റ് ചെയ്യുവാൻ തക്ക വിധത്തിൽ സാധ്യമാക്കി തീർത്തത്. ഇന്നത്തെ നമ്മുടെ കീ സ്പോൺസർ ബോൾഗാട്ടിയിൽ നിന്ന് സിസ്റ്റർ ലളിതയാണ്. താങ്ക് യു സിസ്റ്റർ ലളിത. ഇത് സ്പോൺസർ ചെയ്യാൻ കാരണം പണം തിരികെ ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ്. കൺഗ്രാറ്റുലേഷൻസ്. എവിടെയൊക്കെയോ പണം പോയിരുന്നു, കർത്താവ് തിരികെ കൊടുത്തിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേസിലായിരിക്കുന്ന ഭവനവും സ്ഥലവും അവർക്ക് വീണ്ടും അത് തിരികെ ലഭിക്കാൻ ആ വിഷയത്തിൽ കൂടെ സ്വർഗത്തിലെ കർത്താവിൻ്റെ മറുപടിയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. വിമൻസ് കോൺഫറൻസ് ഗ്ലോ, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക, വേഗത്തിൽ രജിസ്റ്റർ ചെയ്യുക. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമൂലമായ മാറ്റം വരുത്തും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഈ സന്ദേശം നിങ്ങളെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരിക്കാതെ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കണം. അത് വലിയ അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. നമ്മൾ ഈ ആഴ്ചയിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ ഒരു ഇൻഫർമേഷന് വേണ്ടി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ആരും ധരിക്കരുത്. ഐ വോണ്ട് ക്രിയേറ്റീവ് തിങ്സ് ടു ഹാപ്പൻ. നിങ്ങളുടെ ജീവിതത്തിലും വീടുകളിലും ഈവൻ സഭകളിലും കൂട്ടായ്മകളിലും വളരെ ക്രിയേറ്റീവായ ചില കാര്യങ്ങൾ നടന്നേ പറ്റും. യേശയ്യാവിൻ്റെ പുസ്തകം 61 അധ്യായത്തെ ആധാരമാക്കി നമ്മൾ ചിന്തിക്കുന്നു. 4 വചനത്തിൽ സ്റ്റക്കാണ്, നമ്മൾ അവിടെ കിടക്കുവാണ്. കാരണം അവിടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം വളരെ ലോങ് സ്റ്റാൻഡിങ് ആയ ചില കാര്യങ്ങൾ ഈ വചനഭാഗത്തിലൂടെ എല്ലായിടങ്ങളിലും കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. പലരുടെയും ഈവൻ തെളിച്ചങ്ങ് പറയാം, പിന്മാറ്റത്തിൽ പോയവരെ മടക്കിക്കൊണ്ടുവരുന്നൊരു അഭിഷേകം വരെ ഇതിനകത്തുണ്ട്. ഉദാഹരണത്തിന്, നല്ല രീതിയിൽ കത്തിജ്വലിച്ച് കർത്താവിന് വേണ്ടി നിന്നൊരു വ്യക്തി ആയിരുന്നു നിങ്ങൾ ഒരിക്കൽ. പക്ഷേ എവിടേക്കെയോ പ്രാർത്ഥനയും വചനത്തിലുള്ള അർത്ഥം എല്ലാം ടേസ്റ്റൊക്കെ കുറഞ്ഞ് ഒരു സാധാരണ പോലെ ഇങ്ങനെ ജീവിക്കുന്നൊരു അനുഭവമാണെങ്കിൽ, ലെറ്റ് മീ ടെൽ യു, അതിലൊക്കെ ഒരു റെസ്റ്റോറേഷൻ ഈ ദിവസം കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 4 വചനത്തിൽ യേശയ്യാവ് 61 വചനത്തിൽ they will rebuild the ancient ruins എന്ന് വെച്ചാൽ പുരാതന ശൂന്യങ്ങളെ, പുരാതന കാലത്ത് അടിസ്ഥാനമിട്ട് പ്ലാൻ വരച്ച് റെഡിയാക്കി നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ ഇട്ട് പണിത സ്ട്രക്ചറാണ്. പക്ഷേ പിൽക്കാലത്ത് പല രീതിയിൽ അത് തകർക്കപ്പെട്ടു പോയി. എന്നാൽ അതിനെ വീണ്ടും റീബിൽഡ് ചെയ്യുന്നൊരു അഭിഷേകം യേശുവിൻ്റെ മേലുണ്ട്. അത് സുവിശേഷത്തിനകത്ത് അടക്കം ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ പോയിന്റ്. അതാണ് ഞാൻ എംഫസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സുവിശേഷത്തിനകത്ത് ഇതുണ്ടെന്ന് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നില്ല. സുവിശേഷത്തിനകത്ത് പഴയ ഗ്ലോറിയിലേക്ക്, പഴയ ഷേപ്പിലേക്ക് പലതിനെയും മടക്കിക്കൊണ്ടുവരുന്ന ഒരു ദൈവപ്രവൃത്തി മറഞ്ഞു കിടപ്പുണ്ട്. ഒത്തിരി പേര് അത് യൂസ് ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷേ നിങ്ങളെ കർത്താവ് ഇന്ന് ഒന്ന് വേക്കപ്പ് കോൾ തന്ന് അലർട്ടാക്കുകയാണ്. വേക്കപ്പ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് മടക്കി തരുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ സമയത്ത് അപ്പോസ്തല പ്രവൃത്തികൾ 15 അധ്യായത്തിൽ ഒരു ഭാഗം ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. ആർ യു റെഡി? ആക്ട്സ് 15:16 and 17. ഓർക്കാൻ എളുപ്പമാണ്. 15, 16, 17.
ആക്സ് 15, 15-ാം അധ്യായത്തിൻ്റെ 16-17 വചനങ്ങൾ. അതൊരു സംഭവമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ ദിസ് ഐ വിൽ റിട്ടേൺ ആൻഡ് വിൽ റീബിൽഡ് ദ ടാബർനാക്കിൾ ഓഫ് ഡേവിഡ് വിച്ച് ഹാസ് ഫോളൻ ഡൗൺ. I will rebuild its ruins and I will set it up so that the rest of mankind may seek the Lord, even all the Gentiles who are called by my name, says the Lord, who does all these things. അപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. I will rebuild, I will return. ഇതിന് ശേഷം ഞാൻ മടങ്ങി വരും. എന്നിട്ട് ഒരുപക്ഷെ സ്ക്രീനിൽ നിങ്ങൾ വായിച്ചു കാണും, തകർന്നു കിടക്കുന്ന ദാവീദിന്റെ കൂടാരത്തെ ഞാൻ വീണ് കിടക്കുന്ന ദാവീദിന്റെ കൂടാരത്തെ ഞാൻ വീണ്ടും നിവർത്തും, അല്ലെങ്കിൽ അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യും. ഐ വിൽ റീബിൽഡ് ഇറ്റ്സ് റൂയിൻസ്. നാശാവശിഷ്ടങ്ങൾ ഞാൻ അതിനെ പണിതെടുക്കും. ആൻഡ് ഐ വിൽ സെറ്റ് ഇറ്റ് അപ്പ്. ഞാൻ ആ കൂടാരത്തെ വീണ്ടും നിവർത്തും. 17-ാം വചനത്തിൽ പറഞ്ഞത്, അങ്ങനെ ദാവീദിന്റെ കൂടാരത്തെ ഉയർത്തി കഴിയുമ്പോൾ the rest of mankind may seek the Lord. ബാക്കി മനുഷ്യവംശം മുഴുവൻ കർത്താവിനെ അന്വേഷിക്കാൻ തുടങ്ങും. Even all the Gentiles who are called by my name, says the Lord, who does all these things. Even all the Gentiles, ജാതികൾ പോലും, സകല ജാതികൾ പോലും എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഇതൊരു ഭയങ്കര പ്രോഫറ്റിക് ഇംപ്ലിക്കേഷനുള്ള ഒരു പ്രോഫറ്റിക് ഒരു സ്ക്രിപ്ചർ പോർഷനാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ദാവീദിന്റെ വീണ് കിടക്കുന്ന കൂടാരത്തെ ഞാൻ നിവർത്തും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇവിടെ ഉദ്ദേശിക്കുന്നത് ദാവീദിന്റെ കൂടാരം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വീടല്ല. അത് കൂടാതെ ടാബർനാക്കിളും അല്ല. അതായത് ഒരു സമാഗമന കൂടാരം ഒന്നുണ്ടായിരുന്നല്ലോ. അതായത് മോശയുടെ കാലം മുതൽ അങ്ങോട്ടുള്ള ഒരു സമാഗമന കൂടാരം മരുഭൂമിയിലുണ്ടായിരുന്നു. എന്നാൽ മരുഭൂമിയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ സമാഗമന കൂടാരം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം അവർ കനാൻ നാട്ടിലെത്തി അവരിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ജീവിച്ച് അവസാനം ദാവീദിന്റെ കാലമെത്തി. ദാവീദിനെ ദൈവം 17-ാം വയസ്സിൽ അഭിഷേകം ചെയ്തു. 30-ാം വയസ്സിൽ പല ഘട്ടങ്ങളിലൂടെ പോയി 30-ാം വയസ്സിൽ അവൻ ഇസ്രായേലിന്റെ രാജാവായി തീർന്നു. അപ്പോഴൊക്കെ അവന്റെ വലിയൊരു ആഗ്രഹമാണ് ദൈവത്തിനൊരു ആലയം പണിയണം. എങ്ങുമില്ലാത്ത, ലോകത്തിൽ ആരും ചെയ്തിട്ടില്ലാത്തതുപോലെ മഹത്തായ ഒരു ആലയം ദൈവത്തിന് പണിയണം. അതവൻ്റെ ഒരു ആഗ്രഹമാണ്. കർത്താവ് പറഞ്ഞു, നിന്റെ ആഗ്രഹമെല്ലാം കൊള്ളാം, പക്ഷെ നീ പണിയില്ല. നീ ഒത്തിരി യുദ്ധം ചെയ്തു, രക്തം ചിന്തിയവനാണ്. നീയല്ല, നിന്റെ മകനായിരിക്കും പണിയുന്നത്. മകനാരാ? ശലോമോനായിരിക്കും പണിയുന്നത്. അപ്പൊ അതുവരെ ആരാധിക്കണ്ടേ? അതുവരെ ഇതൊന്നും വേണ്ടേ? ആ സമയത്ത് ദാവീദ് ചെയ്തിരുന്നത്, എൻ്റെ അറിവ് ഇതാണ്, ദാവീദ് ചെയ്തിരുന്നത് ഈ ആലയം പണിയാൻ വേണ്ടി സ്ഥലം വാങ്ങി. ആലയം പണിയാൻ വേണ്ടിയുള്ള ഉരുപ്പടികൾ, സാമഗ്രികളെല്ലാം കളക്ട് ചെയ്യാൻ തുടങ്ങി. ദാവീദിന്റെ സ്വന്തം സേവിങ്സിൽ നിന്ന്, ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കണക്കിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് വർത്തായിട്ടുള്ള കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അതും ദാവീദ് അറേഞ്ച് ചെയ്തു. പക്ഷെ അദ്ദേഹം അല്ല പണിയുന്നത്. പണിയാൻ പോകുന്ന ആരാണ്? തൻ്റെ മകൻ സോളമനാണ്. സോളമന്റെ കാലത്ത് അനേക വർഷങ്ങളെടുത്ത് താൻ ഭംഗിയായി പണി കഴിപ്പിച്ചു. എന്നാൽ ആ സമയത്തൊക്കെയും ദാവീദ് ചെയ്തുകൊണ്ടിരുന്നത് താനൊരു ടെന്റ് അടിച്ചിരുന്നു. ആ ടെന്റിനകത്താണ് അവൻ ദൈവത്തെ ആരാധിച്ചിരുന്നത്. ഇതാണ് ദാവീദിന്റെ കൂടാരം, അല്ലെങ്കിൽ ദ ടാബർനാക്കിൾ ഓഫ് ഡേവിഡ് എന്ന് പറയുന്നത്. മോശയുടെ കാലത്തുണ്ടായിരുന്ന ആ ടാബർനാക്കിളും അല്ല, അതുപോലെ ശലോമോൻ പണി കഴിപ്പിച്ച സ്ട്രക്ചറുള്ള ഒരു ആർക്കിടെക്ചറൽ മാർവലായിരിക്കുന്ന ആ ജെറുസലേം ദേവാലയവുമല്ല. അതിന് തൊട്ടു മുമ്പ് ഈ സ്ഥലം വാങ്ങി താൻ ഒരു സ്ഥലത്ത്, ഒരു അരികത്ത് താൻ ഒരു ടെന്റ് അടിച്ച് അവിടെ ആരാധിക്കുമായിരുന്നു. ആ ടാബർനാക്കിളിന്റെ പ്രത്യേകത, ഓ മൈ ഗോഡ്, ഐ ഫീൽ ദി അനോയിന്റിങ്. ആ ടാബർനാക്കിളിന്റെ പ്രത്യേകത, ദാവീദ് തന്നെ അതിൻ്റെ അകത്ത് കയറി നിരവധി യാമങ്ങൾ അവൻ ദൈവത്തെ ആരാധിക്കുവാൻ, എന്നും അവിടെ ആരാധനയാണ്. ദാവീദ് ചെയ്തുകൊണ്ടിരുന്ന ഒത്തിരി, താൻ മ്യൂസിക്കലി സ്കിൽഡ് ആയിരുന്നു. ദാവീദ് വലിയൊരു സോങ് റൈറ്റർ ആയിരുന്നു. താൻ രാജാവാണ്, മറ്റേതാണ്, മറിച്ചാണ്, എല്ലാം ശരിയാണ്. പക്ഷെ അപ്പോൾ തന്നെ ഇസ്രായേലിന്റെ മധുര ഗായകൻ എന്നാണ് തന്നെത്താൻ മരണക്കിടക്കയിൽ വെച്ച് താൻ പറഞ്ഞത്.
അതിൻ്റെ അർത്ഥം ആരാധനയുടെ ഒരു വലിയ വേവ് ഇറക്കി വിട്ടത് ദാവീദാണ് ഇസ്രായേലിൽ. ദാവീദ് എഴുതിയ എത്രയോ പാട്ടുകളാണ് സങ്കീർത്തന പുസ്തകത്തിലുള്ളത്. എല്ലാം ഉണ്ടോയെന്നറിയില്ല, പക്ഷെ കളക്ട് ചെയ്ത കുറേ എണ്ണം അതിലുണ്ട്. അന്ന് ഇസ്രായേലിൽ പാടിക്കൊണ്ടിരുന്ന പാട്ടുകളെല്ലാം സിംഹഭാഗവും ദാവീദ് എഴുതിയതാണ്. അപ്പോൾ തൻ്റെ ഹാർട്ടിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് വാസ് എ വർഷിപ്പിംഗ് ഹാർട്ട്. സോങ് റൈറ്ററാണ്. സോങ് എഴുതി സംഗീത പ്രമാണിക്ക് കൊടുക്കുന്ന അവർ ഓർക്കസ്ട്ര മ്യൂസിക് എല്ലാം ചെയ്ത് റെഡിയാക്കിയിട്ട് ഒരു പുതിയ പാട്ട് ലോഞ്ച് ചെയ്യും. അതങ്ങനെ ഇസ്രായേൽ ദേശത്ത് മുഴുവനും സ്ത്രീകളും പുരുഷന്മാരും അവരുടെ കൂട്ടായ്മകളെല്ലാം പാടി 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 പോവുകയാണ്. അടുത്ത പാട്ട് അടുത്ത് ലോഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ പാട്ടുകാർ ഓരോ പാട്ടുകൾ പുതുതായി ലോഞ്ച് ചെയ്ത് യൂട്യൂബിലൊക്കെ ഇടുന്നത് പോലെ അന്ന് ഇതിങ്ങനെ എഴുതി 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 വലിയൊരു കൊയറുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ ദാവീദിൻ്റെ കൂടാരത്തിൻ്റെ പ്രത്യേകത, ഭയങ്കരമായ വർഷിപ്പ് എപ്പോഴും അതിനകത്ത് നടന്നുകൊണ്ടിരുന്നു. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ ജെറുസലേം ദേവാലയം പണിതു. ദേവാലയം പണിത് അവിടെ പ്രതിഷ്ഠയും കാര്യങ്ങളെല്ലാം നടന്നെങ്കിലും ഈ കൂടാരത്തിലുള്ളതുപോലെ ഒരു വലിയൊരു ആരാധനയിൽ ശലോമോൻ ഇൻവോൾവ് അല്ലായിരുന്നു. ഇതെല്ലാം സെറ്റപ്പ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ പുള്ളി. വലിയ പ്രതാപവും അതുപോലെ ഒരു രാജാവ് അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടില്ല, ജ്ഞാനിയാണ്, ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഇന്ന് വരെ കർത്താവ് ഞാൻ സോളമന്റെ മോനാണെന്ന് ഒരിക്കലും യേശു കർത്താവ് പറഞ്ഞിട്ടില്ല. പകരം ഞാൻ ദാവീദ് പുത്രൻ എന്നേ അദ്ദേഹം പറയുന്നുള്ളൂ. ബിക്കോസ് ഡേവിഡ് വാസ് എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. ആ കൂടാരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ഐ വിൽ റീബിൽഡ് ദ ടാബർനാക്കിൾ ഓഫ് ഡേവിഡ്. ജെറുസലേം ദേവാലയം പല പ്രാവശ്യം പുതുക്കി പണിതിട്ടുണ്ട്. പക്ഷെ ആ കാലത്തിന് ശേഷം ഇത് പറയുന്നത് പുതിയ നിയമത്തിലാണ് അതിനെ നിവൃത്തി വരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വലിയ സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നും ഇല്ലേലും, വലിയ ദേവാലയത്തിന്റെ മഹത്വം ഒന്നും പറയാനില്ലേലും, വെറും ടെന്റ് ആണേലും ജെനുവിൻ വർഷിപ്പാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. പുതിയ നിയമ ആരാധനയ്ക്ക് തുല്യമായ ഒരു ആരാധന അന്ന് ദാവീദ് ചെയ്യുമായിരുന്നു. മാത്രമല്ല, ഹി വാസ് പേഴ്സണലി ആസ് എ കിങ്, ഹി വാസ് പേഴ്സണലി ഇൻവോൾവ്ഡ് ഇൻ ദിസ് വർഷിപ്പ്. എന്നാൽ ശലോമോൻ അത് ചെയ്തില്ല. വലിയ ബിൽഡിംഗ് ഒക്കെ ചെയ്തെങ്കിലും താൻ ഇങ്ങനെ എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന പരിപാടികളൊന്നും, കുറെ യാഗം കഴിച്ചോളാൻ പറയും, 1000 കാള ഇതൊക്കെ ചെയ്യും. പക്ഷേ താൻ അതുപോലെ ദൈവത്തെ ആരാധിച്ചതായിട്ട് ബൈബിൾ പറയുന്നില്ല. ദാവീദിന്റെ അന്നത്തെ ആ സ്റ്റൈൽ ഓഫ് വർഷിപ്പ് വീണ്ടും ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് ഭൂമിയിൽ. അതാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. അതാണ് പെന്തക്കോസ്ത് നാൾ മുതൽ ഇങ്ങോട്ട് നടക്കുന്നത്. പെന്തക്കോസ്ത് നാൾ മുതൽ ഇങ്ങോട്ട് ഇറ്റ് ഈസ് ദ റീബിൽഡിംഗ് ടൈം ഓഫ് ദ ടാബർനാക്കിൾ ഓഫ് ഡേവിഡ്. ദാവീദിന്റെ കൂടാരത്തെ വീണ്ടും അവൻ ഉയർത്തിയിരിക്കുന്ന നാളുകളിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതെങ്ങനെ അറിയാം? അതിന് 17-ാം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, സോ ദാറ്റ് ദ റെസ്റ്റ് ഓഫ് മാൻകൈൻഡ് മേ സീക്ക് ദ ലോർഡ്. ആ ആരാധന വെളിപ്പെടുമ്പോൾ മനുഷ്യകുലം മുഴുവൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും, ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങും. മാത്രമല്ല, ഈവൻ ഓൾ ദ ജെന്റൈൽസ് ഹു ആർ കോൾഡ് ബൈ മൈ നെയിം, എൻ്റെ നാമത്തെ വിളിക്കുന്ന സകല ജാതികൾ പോലും അതിലേക്ക് ഇൻവോൾവ് ആകും. ചുരുക്കി പറഞ്ഞാൽ, റീബിൽഡിംഗ് ഓഫ് ദ ടാബർനാക്കിൾ ഓഫ് ഡേവിഡ് മീൻസ് റീബിൽഡിംഗ് ഓഫ് വർഷിപ്പ്. ആരാധന തിരിച്ചു കൊണ്ടുവരുന്നു. ഓ ഗോഡ്, പ്രൊഫറ്റിക്കായി ഞാൻ പറയുകയാണ്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ വർഷിപ്പ്, കൂട്ടായ്മയിലെ വർഷിപ്പ്, നിങ്ങളുടെ സഭ, ഏത് സഭയായിക്കട്ടെ, ബ്ലെസ്സിംഗ് ടുഡേ ഒന്നും ആവണമെന്നില്ല, ഏത് സഭയായാലും ആ സഭയ്ക്കകത്ത് ആരാധനയുടെ ഒരു തിരിച്ചുവരവുണ്ടാകാൻ പോവുക. ഐ എം പ്രൊഫസൈങ് ആസ് എ ഗോഡ്സ് പ്രോഫറ്റ്. ഐ എം പ്രൊഫസൈങ്. സഭകളിൽ വർഷിപ്പിന്റെ ഒരു മടങ്ങിവരവുണ്ടാകാൻ പോകും. ദാവീദിന്റെ കാലത്തതുപോലെയുള്ള വർഷിപ്പ് വേവ്സ് ഉണ്ടാകാൻ പോകും. അതൊന്ന് ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടുക. ആരാധനയുടെ ഓളങ്ങൾ, ആരാധനയുടെ തരംഗങ്ങൾ കൂട്ടായ്മകളിൽ, ഭവനങ്ങളിൽ, കൂട്ടങ്ങളിൽ, സഭകളിലൊക്കെ ഉണ്ടാകാൻ പോവുക. അതിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ റെസ്റ്റോറേഷൻ ഇവിടെ നടക്കുകയാണ്.
ചുരുക്കി ഞാൻ ഇത് കണക്ട് ചെയ്യുന്നത് എന്തുമായിട്ടാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. യേശുവിൻ്റെ മേലുള്ള അഭിഷേകത്തിൽ പുരാതന ശൂന്യങ്ങളിൽ നിന്നും കെട്ടിപ്പൊക്കുന്ന, പുനർനിർമ്മിക്കുന്ന ഒരു അഭിഷേകം യേശുവിൻ്റെ മേലുണ്ട്. അതിലെ ഒരു റെസ്റ്റോറേഷനാണ് റെസ്റ്റോറേഷൻ ഓഫ് വർഷിപ്പ്. അതെങ്ങനെയാണ് വരുന്നത്? റെസ്റ്റോറേഷൻ ഓഫ് ഡേവിഡ്സ് ടെന്റ്, ഡേവിഡ്സ് ടാബർനാക്കിൾ. The tabernacle of David will be restored and rebuilt. ജെറുസലേം ദേവാലയത്തിലെ യാഗങ്ങളും പരിവാരങ്ങളും അതല്ല, മറ്റൊന്ന് ഒരു ഫ്രീ വർഷിപ്പ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്, ആരാധനയുടെ ഒരു മൂവ്. പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന യുവജനങ്ങളോട്, യൂത്ത് അൺലിമിറ്റഡുകാർ ശ്രദ്ധിക്കുക, എല്ലാ സഭകളുടെയും യുവജന വിഭാഗം ശ്രദ്ധിക്കുക. ഈ നിങ്ങളിലൂടെ, അതായത് യുവജനങ്ങളിലൂടെ വർഷിപ്പിൻ്റെ ഒരു വലിയ വേവ് വീശിയടിക്കാൻ പോവുക. ശ്രദ്ധിക്കുന്നുണ്ടോ മക്കളെ? യൂത്ത് അൺലിമിറ്റഡിലുള്ള എല്ലാവരും ഈ ദിവസങ്ങളിൽ മോർണിംഗ് ഗ്ലോറി കാണുന്നത് മറക്കരുത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറയണം. കാണുന്ന യൂത്ത് അൺലിമിറ്റഡുകാരെ കാണാത്തവരോട് പറഞ്ഞു കൊടുക്കണം. അവർക്കുള്ള ചില സന്ദേശങ്ങൾ ശക്തമായ ദിവസങ്ങൾ വരികയാണ്. യുവജനങ്ങളിലൂടെ, യുവജനങ്ങളിലൂടെ വലിയ ചില റെസ്റ്റോറേഷൻ ഓഫ് വർഷിപ്പ് വരാൻ പോവുകയാണ്. സഭകളിൽ, കൂട്ടങ്ങളിൽ, ദേശത്തൊക്കെ വരാൻ പോവുക. ഭയങ്കരമായൊരു മൂവ് നടക്കാൻ പോവുക. അതിലൂടെ ദൈവമഹത്വം ഇറങ്ങി. എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, വർഷിപ്പ് ഭയങ്കരമായി ഉയരാൻ തുടങ്ങുമ്പോൾ ഗ്ലോറി മുകളിൽ താഴേക്ക് വരും. അതൊന്ന് എല്ലാവരും ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടുക. അതായത് ആരാധന മുകളിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവമഹത്വം താഴേക്ക് ഇറങ്ങും. ടൈപ്പ് ചെയ്തേ, എല്ലാവരും ടൈപ്പ് ചെയ്യും. ലൈവ് ചാറ്റിലിടെ കമൻറ്റ് സെക്ഷനിൽ ഇടണം. കമൻറ്റ് സെക്ഷനിൽ കൂടെ ടൈപ്പ് ചെയ്തിടാം. ഞാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ലൈവ് ചാറ്റിൽ മാത്രമല്ല കമൻറ്റ് സെക്ഷനിൽ പോയി ടൈപ്പ് ചെയ്തിടണം. കാരണം ലൈവ് ചാറ്റ് പിന്നീട് ഡിസപ്പിയർ ചെയ്തേക്കാം. പക്ഷേ കമൻറ്റ് സെക്ഷനായിരിക്കും ഇതിന് ശേഷം റീപ്ലേയിലുള്ളവർ വായിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ഇതാണ്, ആരാധന താഴെ നിന്നും മുകളിലേക്ക് ഉയരുമ്പോൾ ദൈവമഹത്വം മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. ഒന്നുകൂടെ, when the worship goes up, glory will come down. ഒരു ഭയങ്കര സംഭവമാണ്. ആരാധന മുകളിലേക്ക് ഉയരുമ്പോൾ മഹത്വം താഴേക്ക് ഇറങ്ങി വരും. ചില ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങാൻ പോവുക. ചില ശുശ്രൂഷകളിൽ ദൈവമക്കളിലും യുവജനങ്ങളിലും കുഞ്ഞുങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങാൻ സമയമായി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഉണർവുകൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ബ്രേക്ക് ത്രൂസ് ഒക്കെ ദേശത്ത് വരാൻ പോവുക. അതിനുവേണ്ടി ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കാണുന്നത്. പിന്നെ എനിക്കൊരു താല്പര്യവും കൂടി ഉണ്ട്. ദയവായി നമ്മൾ മാത്രം ഇത് അറിഞ്ഞാൽ പോരല്ലോ, ഇതെല്ലാവരും അറിയിക്കണ്ടേ. ദയവായി എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ നേരെ ഇത് കഴിഞ്ഞാൽ ഉടനെ വാട്സപ്പ് സ്റ്റേറ്റസിലേക്ക് ഇട്ട് വെക്കുക. ഒത്തിരി പേർക്ക് ഇത് വാട്സപ്പ് വഴിയൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങൾ ടി വിയിലാണ് കാണുന്നതെങ്കിൽ ഈ സമയം പറഞ്ഞു കൊടുക്കണം. ഈ സമയത്ത് എല്ലാവരും കാണാൻ പറയണം. മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ആരാധന റെസ്റ്റോർഡായ, താങ്ക് യു ജീസസ് എന്ന് വെച്ചാൽ എഴുതി വെച്ച ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയൊന്നും അല്ലെന്നേ. പ്രിന്റ് ചെയ്ത് അച്ചടിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ നോക്കി വായിക്കുന്ന പരിപാടിയുമല്ല. അതിനപ്പുറത്ത് കർത്താവ് വ്യക്തമായി പറഞ്ഞു, എന്നെ ആരാധിക്കുന്നവർ സത്യ നമസ്കാരികളാണെങ്കിൽ ഇങ്ങനെ ആരാധിക്കും. എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? ആത്മാവിലും സത്യത്തിലും. പറഞ്ഞേ, അതൊന്ന് കമന്റ് സെക്ഷനിലേക്ക് ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പൊ ചുമ്മാ കുറച്ച് പാട്ട് പാടിയതുകൊണ്ട് കോക്കാം ബീച്ച് കാണിച്ചുകൊണ്ടൊന്നും ആരാധന ആകണമെന്നില്ല. ആത്മാവിലും സത്യത്തിലും. ആത്മാവ് അതറിയണം. സ്പിരിറ്റ് ജനറേറ്റഡായി, സ്പിരിറ്റ് ലെഡായി, സ്പിരിറ്റ് സോക്ഡായുള്ള വർഷിപ്പാണ് വർഷിപ്പ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഹിയർ കംസ് അവർ ബിലവഡ് വർഷിപ്പ് ലീഡർ, ഹി വിൽ ലീഡ് us in worship. ഇപ്പോൾ ഒരാൾ മുന്നിലേക്ക് വന്ന് വർഷിപ്പ് ലീഡ് ചെയ്യുന്നു. Let me tell you something. The real worship leader is the Holy Spirit. ആ വ്യക്തി ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവാണ്, ഞാൻ ഉള്ളിൽ നിന്നാണ് പറയുന്നത്, ഹൃദയത്തിൽ സ്പർശിച്ചാ പറയുന്നത്.
The Holy Spirit is the MC, the master of ceremony. He is the leader. He is the worship leader. He will decide what to happen. എങ്ങനെ അതൊക്കെ നടക്കണ്ടേന്നുള്ളത്. കൈനീട്ടാമോ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഭയങ്കരമായി വൊമിറ്റിംഗ് സെൻസേഷൻ ഉള്ള ഒരാൾ, കുറേ നാളായിട്ട് പല കാര്യങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വൊമിറ്റിംഗ് വരുന്നു, അങ്ങനെയുള്ള ആരെയോ കർത്താവ് സൗഖ്യമാക്കുകയാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ ഗിഡിനസ്, വേർട്ടിഗോ, ഇയർ ഇംബാലൻസ് പ്രോബ്ലം ഉള്ള ആരെയൊക്കെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. നേരത്തെ പറഞ്ഞ നൗസിയ പോലെയുള്ളത് മാറുന്നു. അതുപോലെ ഈ ഗിഡിനസ്, ഭയങ്കരമായി തലചുറ്റൽ പോലെ, എല്ലാം കറങ്ങുന്ന പോലെ, യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. BP ഇങ്ങനെ ഷൂട്ടപ്പ് ചെയ്ത് നിൽക്കുന്നത്, മരുന്ന് കഴിച്ചിട്ട് പോലും കുറയാതെ ഷൂട്ടപ്പ് ചെയ്ത് നിൽക്കുന്നവരോ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അത് താഴ്ന്നു വരട്ടെ, നോർമലാകട്ടെ. അതുപോലെ തന്നെ ഷുഗർ ലെവൽ യേശുവിൻ നാമത്തിൽ നോർമലാകട്ടെ. ഈ ട്യൂമർ ഏതോ ഉള്ളത് ക്യാൻസറസ് ആണ് എന്ന ഡയഗ്നോസിസിൽ ബയോപ്സിയിലൊക്കെ തെളിഞ്ഞു വന്നിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ആ ഭാഗത്തൊരു സൗഖ്യം നടക്കട്ടെ. മക്കളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ നാമത്തിൽ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. കൈകൾ നീട്ടിപ്പിടിക്കാം. കർത്താവേ, ഏതൊരാവശ്യത്തിൽ നിന്റെ കൂട്ടും സഹവാസം ഉണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. നാളെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.